ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് മടിയുമായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡെയിലി ഒരു മടിയാണിപ്പോൾ. പിന്നെ ഞാനിപ്പോൾ എണീറ്റതിപ്പോൾ 8:30ക്കാണ് ഇന്ന് എണീറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും അമ്പലം അടച്ചു പോകുന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും പെട്ടെന്ന് വേഗം തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഞാനപ്പോൾ റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയാണ്. ഇപ്പം സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഫുള്ള് മൂടിക്കെട്ടി നിൽക്കുകയാണ്. വെളുപ്പിനൊക്കെ നല്ല മഴ ചെയ്തുകൊണ്ട് നല്ല തണുപ്പും മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെയാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 2 മിനിറ്റ് നടന്നാൽ അമ്പലം എത്തും കേട്ടോ. ഈ കാണുന്നത് അമ്പലമാണെങ്കിൽ തൊട്ട് ബാക്കിൽ തന്നെ ഒരു തോട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാകും. ഇതാ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. ഫ്രണ്ടിൽ ചെറിയൊരു തോടും ചെറിയ പാലവും ഒക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൽ വന്ന വീഡിയോസ് ഞാൻ എല്ലാ വ്ളോഗ്സിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കാണാം കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. നല്ലൊരു ഫീലായിരുന്നു. ചെറിയൊരു മഴക്കാര്, ചെറുതല്ല, നല്ല രീതിക്ക് മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുടയൊക്കെ കൊണ്ടാണ് പോയത്. പക്ഷേ മഴ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറിയുള്ളൂ. പിന്നെ അടുത്തായതുകൊണ്ട് വേഗം മഴ പെയ്താലും ഓടിപ്പോരാ, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനി ഞാൻ സൂര്യ നമസ്കാരവും പിന്നെ കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്യണം. ഇതൊന്നും ഞാൻ എല്ലാ ദിവസവും ചെയ്യണ കാര്യങ്ങളല്ല. ഇന്നലെ ചെയ്തില്ലായിരുന്നു, മിനിയാന്നാൾ ചെയ്തു. അതൊക്കെ ഓരോ തോന്നൽ പോലെയാണ്. എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ആ ഒരു ഇതുണ്ടാവാറില്ല, മടി പിടിക്കും. അത് തന്നെ മെയിൻ കാരണം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മടിയാണ്. പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ എല്ലാം നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അമ്പലത്തിൽ പോക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒന്നരാടമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ 9 മണിക്കൊക്കെയാണ് എണീറ്റ് വരുന്നത്. എണീറ്റാലും പിന്നെ അവിടെ കുറേ നേരം കിടക്കും. അങ്ങനത്തെയൊക്കെ പരിപാടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും എടുക്കാനൊക്കെ മടിയായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇടാതിരുന്നത്. അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ഇടാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് എന്തായാലും സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, നമ്മളപ്പോൾ യോഗയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ പിമ്പിൾസിന് സ്കിന്നിൻ്റെ ഡോക്ടറിനെ കാണിക്കേണ്ടെന്ന്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ രാവിലെ പുരട്ടാനുണ്ട്. നമുക്കതിപ്പോൾ പുരട്ടാം. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികമൊന്നും പറയേണ്ട ഇല്ല. ഒരു സെറം സൺസ്ക്രീമാണ് രാവിലെ തന്നെ പുരട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പം ഞാൻ 1 മാസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. മരുന്നും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ട്. കുറവുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന കുരുക്കൾ പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിലും വീണ്ടും കുരുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും കാണിച്ചായിരുന്നു ഡോക്ടറിന്. അപ്പോൾ 1 മാസം കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ഇതെല്ലാം തുടർന്ന് പോകാനാണ് പറഞ്ഞത്. ചിലപ്പോൾ ടൈം എടുക്കുകയായിരിക്കും, ഇത്രയും വലിയ കുരുക്കളൊക്കെ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ സമയം എടുക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും 1 മാസം കൂടി ഇതന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുരുക്കളുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോയാണ്. ചപ്പാത്തിയും പരിപ്പ് കറിയും പിന്നെ
കട്ടൻ കാപ്പിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഏകദേശം 10 മണിയായിട്ടോ ഫുഡ് കഴിക്കാനുള്ള സമയം. നമ്മളിപ്പോൾ പത്രം വായിക്കാൻ പോയാണ്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പണ്ട് കുഞ്ഞുനാളിലെ സ്കൂളിൽ പോണ സമയത്തൊക്കെ വായിക്കുമായിരുന്നു കേട്ടോ. അന്ന് ഞാനിങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കണോണ്ട് വായിക്കാതെ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ സമയത്ത് നല്ല ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തിനെപ്പറ്റി ചോദിച്ചാലും എനിക്കൊരു വിവരമില്ല. കാരണം ഇപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യാൻ പോയ വർഷം മുതലേ അല്ലെങ്കിൽ ഒരു +1 +2 കാലഘട്ടം മുതലേ ഞാനിപ്പോൾ ഈ പത്രവായന അതുപോലെ തന്നെ GK കാര്യങ്ങളൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ എല്ലാ ദിവസവും അല്ലെങ്കിലും വല്ലപ്പോഴും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പത്രം വായിക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് പത്രം വായിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കേ. പത്രം വായിച്ചതിന് ശേഷം ഞാൻ അമ്മനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോയിട്ടു. ഇന്ന് ഉച്ചയ്ക്ക് മുരിങ്ങയിലയുടെ ഒരു തോരനുണ്ട്. ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ മുരിങ്ങയില ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. മുട്ട സാധാരണ ചിക്കി വറുത്ത് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പം ഇന്ന് ആ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഞാനാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇത് മുരിങ്ങയില ഒന്നും അധികം നേരമൊന്നും വേവിക്കൊന്നും വേണ്ട. ഒരു 2 മിനിറ്റൊക്കെ വെന്താൽ മതി. എന്നിട്ട് അതിലേക്ക് മുട്ട കുത്തിയൊഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചിനുള്ള ഒരു കറി. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇന്ന് ഫുള്ള് ഓർഗാനിക് ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയുടെ ഒരു ഒലത്തും പിന്നെ ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് വീട്ടിൽ ചക്കയാണ്. സത്യം പറഞ്ഞാൽ കഴിച്ച് മടുത്തെന്നാൽ ഇന്ന് ചക്ക കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഫുള്ള് ഓർഗാനിക് ലഞ്ചാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പണ്ട് ഇവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 1-2 ഇലക്കറികൾ എപ്പോഴും ഉണ്ടാവുമായിരുന്നു കേട്ടോ. എന്തായാലും ഇതെല്ലാം നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. മുരിങ്ങയില നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അടർത്തിയിടണം. കാരണം അതിലിങ്ങനെ ഈ ചിലന്തി വല അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാകും. സോ അതുകൊണ്ട് നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ടാണ് ഇത് ഓരോ ഇലയും അടർത്തിയിടുന്നത് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഒരു 2-3 വട്ടം വാഷ് ചെയ്തൊക്കെ എടുക്കണം. നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 ഒലത്തും ഞാനാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്കയും പിന്നെ മുരിങ്ങയിലയുടെ ഒലത്തും ഞാനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചക്കക്കറി അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കൂട്ടി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വരാം. നമ്മളപ്പോൾ എല്ലാ കറികളും കൂട്ടി ലഞ്ച് കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുത്തില്ല, ചെറുതായിട്ട് മടി പിടിച്ചായിരുന്നു. സോ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കി ഞാനിത് ചുരുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.